ഹായ്, വെൽക്കം ബാക്ക് ടു D&D Taste and Talks. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് ശർക്കരയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു അടിപൊളി സ്വീറ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അത്തരത്തിലുള്ളൊരു ഗോതമ്പ് ബർഫിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഷുഗറിന് പകരം ശർക്കര ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹെൽത്തിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ഷബാന. ആദ്യം നമുക്ക് ഗോതമ്പ് ബർഫി സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലേറ്റ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു ബ്രഷ് വെച്ച് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കേക്ക് ടീൻ എന്തെങ്കിലും എടുത്താലും മതി. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ പച്ചച്ചോവ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരുപാട് വറുത്തെടുക്കരുത് കേട്ടോ. ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കുക. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ചട്ടിയിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പ് നെയ്യാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ നെയ്യും ഗോതമ്പ് പൊടിയും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത 1/2 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്ത കുറച്ച് ആൽമണ്ട്, ബദാം പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പ്ലേറ്റിലേക്ക് ഇതിനെ ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചട്ടിയിൽ നിന്ന് മാറ്റിയ ഉടനെ തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യണം. ഞാനിവിടെ ക്യാമറ ഒക്കെ വെക്കുന്ന തിരക്കിൽ കുറച്ച് ഡിലേ ആയി, അതുകൊണ്ട് തന്നെ പ്ലേറ്റിംഗ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ചട്ടിയിൽ നിന്നും നേരെ ഡയറക്റ്റ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് 4 സൈഡിലും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നല്ലൊരു ഷേപ്പിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ആൽമണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് സ്പൂണ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ആൽമണ്ട് എല്ലാം തന്നെ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നൊരു പാർട്ടാണ്. കാണാൻ നല്ല ഭംഗിയാണ്. കഴിക്കുമ്പോഴും ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നതും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണ്. 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നൈഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗോതമ്പ് ബർഫി സെറ്റായിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിതാ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 4 വശം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് എടുത്തത്. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമ്മൾ ഗോതമ്പ് ബർഫി ഇത് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഷുഗറൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. പിന്നെ ഗോതമ്പ് പൊടി, ശർക്കര, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈസിലി വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് എല്ലാം എന്നെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.